53-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്കാണ് ഇനി. 1952-ലെ ആദ്യ തെരഞ്ഞെടുപ്പിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് 2019-ലെ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ കണ്ടത്? ചില കണക്കുകൾ നോക്കാം. അപ്പോൾ ചരിത്രം പറയുന്ന ചില കണക്കുകളിലേക്കാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ എത്ര സീറ്റുകളുണ്ട് പാർലമെന്റിൽ, അതടക്കമുള്ള കണക്കുകളാണ്. രസകരമായ കണക്കുകളാണ്. നമുക്കതൊന്ന് വളരെ പെട്ടെന്ന് നോക്കാം. 1952-ൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നോക്കൂ, 489 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അന്നുണ്ടായിരുന്ന പാർട്ടികളുടെ എണ്ണമാണ് 53 പാർട്ടികൾ, 533 സ്വതന്ത്രരാണ് അന്ന് മത്സര രംഗത്തേക്ക് വന്നത്. ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം 1874. അതായത് 489 സീറ്റിലായി 1874 സ്ഥാനാർത്ഥികളാണ് അക്കുറി മത്സരിച്ചത്. ഇനി വോട്ടെടുപ്പ് എങ്ങനെയായിരുന്നു എന്ന് കൂടി പറയാം. ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ദൈർഘ്യമേറിയ വോട്ടെടുപ്പ് പ്രക്രിയയായിരുന്നു. ഇപ്പോൾ നമ്മൾ 7 ഘട്ടം എന്നൊക്കെ പറയുമെങ്കിലും എല്ലാ പരിപാടിയും കൂടെ 80 ദിവസം കൊണ്ട് തീരും. പക്ഷേ ഇത് 120 ദിവസമാണ് നീണ്ടുനിന്നത്. അതായത് ഒക്ടോബർ 25-ാം തീയതി 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ് ഈ വോട്ടെടുപ്പ് നീണ്ടുനിന്നത്. എത്ര ഘട്ടമായിട്ടായിരിക്കും അപ്പോൾ വോട്ടെടുപ്പ് നടന്നത്? നമ്മളിപ്പോൾ 7 ഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്ന് 68 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ് നടന്നത്. അന്ന് എത്ര പേർ വോട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. 10,50,00,000 ആളുകളാണ് ആദ്യ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. ഇന്നിപ്പോൾ നമ്മുടെ വോട്ടർ പട്ടികയിലെ എണ്ണം ഏകദേശം 98 കോടിയിലേക്ക് എത്തുകയാണ്. ചെലവായത് ആകെ 10,45,00,000 രൂപയാണ്. ആ ചെലവും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. 2019-ലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ കണക്കും ആ കണക്കും തമ്മിലുള്ള ഒരു കമ്പാരിസണിലേക്ക്, ഒരു താരതമ്യത്തിലേക്ക് നമുക്ക് പോകാം. 2019-ലെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ 542 സീറ്റുകളായി, 678 പാർട്ടികളായി, 839 സ്ഥാനാർത്ഥികളുമായി. കണ്ടില്ലേ, വർധന എന്ന് പറയുന്നത് ചെറുതല്ല എന്ന് ചുരുക്കം. വോട്ടെടുപ്പ് നടക്കുന്നത് അത്രയും ഘട്ടങ്ങളായല്ല എന്നുള്ളത് മാത്രം കുറഞ്ഞിട്ടുണ്ട്. 7 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത് 2019-ൽ. അതായത് ഏപ്രിൽ 11 മുതൽ മെയ് 19 വരെയാണ് കഴിഞ്ഞ 2019-ലെ തെരഞ്ഞെടുപ്പ് നടന്നത്. ആകെ വോട്ട് ചെയ്തത് 61,02,00,000 ആളുകളാണ്. ഇതാണ് തെരഞ്ഞെടുപ്പിന്റെ കമ്പാരിസൺ. ആദ്യ തെരഞ്ഞെടുപ്പും ഏറ്റവും ഒടുവിൽ നമ്മൾ പൂർത്തിയാക്കിയ 2019-ലെ തെരഞ്ഞെടുപ്പ്.